ഈശോ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉള്ളിൽ നക്ഷത്രം കണ്ടിട്ട് ജ്ഞാനികൾ ഈശോയുടെ അടുത്തേക്ക് വന്നു. അവർ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അവർ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെ ആരാധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ കിഴക്ക് നിന്ന് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. അവരാണ് ആദ്യം ഈശോയെ ആരാധിച്ചവർ. അതാണ് അവരുടെ ജ്ഞാനം. നമ്മൾക്കും അധ്യാപകർ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാഹം ആണ് നമ്മളിൽ. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാചകരാണ്. നമ്മളും ജ്ഞാനികളാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോയിൽ നിന്നുള്ള പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് നൽകുന്നവരാണ് നമ്മൾ. നമ്മുടെ ഭാവി തലമുറകളെ ദൈവത്തിലേക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്നതോടൊപ്പം ഈ ലോകത്തിന് വേണ്ടതായ എല്ലാ അറിവുകളും കൊണ്ടുകൂടി നിറയുന്നതിൻ വേണ്ടിയാണ്. നമുക്കൊരു നിമിഷം ആഗ്രഹത്തോടുകൂടി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി നമ്മിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈശോ ആണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി. നമ്മൾക്ക് ദൈവം നൽകിയ വിശ്വാസം എന്ന ദാനം ജ്ഞാനത്താൽ പ്രകാശിക്കപ്പെടണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയായി. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു, യേശു നമ്മളിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നൽകിയിരിക്കുന്ന ജ്ഞാനത്തെ നാം കണ്ടെത്തിയിരിക്കുന്നു. ഈ ജ്ഞാനം ഇതാ ഇന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങളിൽ തുറക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും അതിരം തുറന്ന് സ്തുതിച്ചുകൊണ്ട്, യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ജ്ഞാനം തന്നെയായ യേശുവേ, ജ്ഞാനം തന്നെയായ യേശുവേ, ജ്ഞാനം തന്നെയായ യേശുവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ തുറക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരിലേക്കും ജ്ഞാനം തുറക്കണമേ. ഓരോരുത്തരിലേക്കും ഈ ജ്ഞാനം തുറക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. താങ്ക് യു ജീസസ്. നമുക്ക് ശാന്തമായി ഇരിക്കാം. നമ്മൾ ഈ സമയത്ത് സുവിശേഷത്തിലൊരു വചനം ഓർക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന് മുൻപായിട്ട് ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുകയാണ്.
ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഒന്നെല്ലാവരും പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വസിക്കുക. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി. പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ ജ്ഞാനം ഇവർക്ക് കൊടുക്കണമേ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ അത് സ്വീകരിക്കുന്നു. ഈശോ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്ന ആ പ്രസാദവരം സ്വീകരിക്കുന്നവരാണ് നമ്മൾ. വിശ്വസിക്കുക. ഈശോ പ്രാർത്ഥിക്കുന്നു. ആര് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്? നമ്മൾ പ്രാർത്ഥിക്കുന്നതോ ഈശോ പ്രാർത്ഥിക്കുന്നതോ? തീർച്ചയായിട്ടും ഈശോ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് മറ്റൊരു കണ്ടുപിടുത്തമാണ്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈശോയെ, അങ്ങേക്കറിയാമല്ലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാമല്ലോ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാമല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഞങ്ങളുടെ ഭാവി, ഞങ്ങളിലൂടെ അങ്ങ് നടത്താൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ മക്കളും കുഞ്ഞുമക്കളും എല്ലാം അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ്. ഞങ്ങൾ മനുഷ്യർ എന്തെല്ലാം പദ്ധതികൾ വിഭാവനം ചെയ്താലും അന്തിമ തീരുമാനവും അതിൻ്റെ പൂർത്തീകരണവും അങ്ങയിൽ നിന്നാണ്. ഞങ്ങൾ അങ്ങയുടെ ജ്ഞാനം ചോദിക്കാതെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കണമേ. ഞങ്ങളുടെ ദൗത്യത്തെ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെ നയിക്കണമേ. ഈശോ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്വീകരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ഈശോയെ, ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഇവിടെ അല്പം പശ്ചാത്താപത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കേണ്ടത് ഈശോയോട് ജ്ഞാനം സ്വീകരിക്കാതെ പോയിട്ടുള്ള
ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാതെ പോയിട്ടുള്ള ദിവസങ്ങൾ, നാളുകൾ, നമ്മുടെ സ്വന്തം ജ്ഞാനത്തിലൂടെ എടുത്ത തീരുമാനങ്ങൾ, അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ. എന്നാൽ അതും ഈശോയ്ക്ക് തിരുത്തി തരാൻ പറ്റും. നമ്മൾ എടുത്ത തീരുമാനങ്ങളെ, അതിലൂടെ വന്നുപോയിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഈശോയ്ക്ക് മാറ്റി എല്ലാം ക്രമീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനം എല്ലാം ക്രമീകരിക്കുന്നു. ജ്ഞാനം അക്ഷയനിധിയാണ്. ജ്ഞാനം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വാധീനം ചെലുത്തുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവജ്ഞാനമില്ലാതെ എടുത്ത തീരുമാനങ്ങളെ പ്രതി ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഇനിമേൽ ഞങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും അങ്ങയോട് ചോദിച്ച് അങ്ങയുടെ ജ്ഞാനത്തിലൂടെ അല്ലാതെ ഒന്നും തീരുമാനിക്കില്ല. ഓ ഈശോയെ, ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ബാല്യകാലങ്ങളിൽ നമ്മൾ ഈശോയെ പോലെ ജ്ഞാനം കൊണ്ട് നിറയാൻ എല്ലാ സാധ്യതകളുമുള്ളവരായിരുന്നു. എന്തുകൊണ്ടോ അത് സാധിച്ചില്ല. 12 വയസ്സായ ഈശോ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. വീണ്ടും 30 വയസ്സായ ഈശോയും ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ശിശുവായിരുന്നപ്പോൾ, കൗമാരപ്രായത്തിലും യുവത്വത്തിലും പ്രായപൂർത്തിയായപ്പോഴുമെല്ലാം ഈ ജ്ഞാനം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളതെല്ലാം ഒരുപക്ഷെ ഉപയോഗിച്ചവരുണ്ടാകാം, എന്നാൽ ഉപയോഗിക്കാൻ സാധിക്കാഞ്ഞവരുണ്ടാകാം. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ അതെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിൽ ഒരു പുതിയ കണ്ടെത്തൽ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണിത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇതാണ്: ദൈവത്തിൻ്റെ ജ്ഞാനം. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം, ഉത്കണ്ഠയുടെ കാരണം ക്ഷമിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ജ്ഞാനം മനുഷ്യനെ ഉത്കണ്ഠയിൽ നിന്നും വിമുക്തനാക്കുന്നു. ജ്ഞാനം മനുഷ്യനെ ദുഃഖത്തിൽ നിന്ന് അകറ്റുന്നു. ജ്ഞാനം ദൈവശക്തിയുടെ ശ്വാസമാണെന്നാണ് പറയുന്നത്. ദൈവശക്തിയുടെ ശ്വാസമാണ് ജ്ഞാനം. രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. നിഗൂഢവും വിസ്മരണീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരണം. നമ്മൾ അതിനെ അവകാശികളാണ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരു കരമുയർത്തി സ്തുതിച്ചുകൊണ്ട്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, സോളമന്റെ ജ്ഞാനം കാണാൻ ദക്ഷിണദേശത്തെ രാജ്ഞി അങ്ങ് ദൂരദേശത്ത് നിന്ന് വന്നു.
എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. സോളമൻ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. എന്നാൽ ഇതാ ഇവിടെ ആ വിശുദ്ധ സിംഹാസനം തന്നെ നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവം കരുണയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനതെല്ലാം ഏറ്റെടുക്കും. ഈ കരുണയുടെ വർഷം, ഈ ജ്ഞാനവും കരുണയും ചേർന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നതിന് ഇതാണൊരു വഴി. ദൈവം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എന്താണ് ആ ദൈവത്തിൻ്റെ ശക്തി? ആ ദൈവത്തിൻ്റെ ശക്തി ജ്ഞാനവും കരുണയുമാണ്. ആ ദൈവത്തിൻ്റെ ശക്തി പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരിലേക്കും ലോകം മുഴുവനിലേക്കും പ്രസരിക്കും. നമുക്കൊന്ന് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള അതേ ഗാനം തന്നെ പാടിക്കൊണ്ട് ആ ശക്തി നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുത്താൽ മതി. ജീവജലത്തിൻ്റെ അരുവി, സ്നേഹാഗ്നി ജ്വാലയായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. നമ്മളെല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മളെല്ലാവരിലും ദൈവിക ജ്ഞാനം നിറയുന്നതിനും വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തെ ഒരനുഗ്രഹമാക്കാൻ പോവുകയാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കൈയടിച്ച് പാടാം, കൈയടിച്ച് പാടാം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോ പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. കടുകുമണിയോളം, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവം നിത്യനാണ്, അനന്തനാണ്, ഇൻഫിനിറ്റ് ആയ ദൈവത്തിൻ്റെ ഒരംശം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ദൈവം മുഴുവനായി നമ്മളിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യം നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നുവോ? ദൈവം പൂർണ്ണമായിട്ട് നമ്മളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആ ശക്തി നമ്മളിൽ ഒഴുകുന്നതിൻ്റെ അടയാളമാണ് രോഗശാന്തി. രോഗികളെ സൗഖ്യപ്പെടുത്തുക എന്നതിനേക്കാൾ കൂടുതൽ ഒരാളെ സൗഖ്യപ്പെടുത്തുന്നത് നിങ്ങൾ കാണുമ്പോൾ, ഒരാളെ നിങ്ങളുടെ മുമ്പിൽ ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ എല്ലാവരിലേക്കും വിശ്വാസത്തിൻ്റെ ഒരു പുതിയ തരംഗമുണ്ടാകുകയാണ്. ഇവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും ശരീരത്തിൽ ഒരു വേദനയുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുകെ ആ വേദന മാറുന്നത് കാണാം. ഓക്കെ, ഇത്രയും പേര് മതി. ഓക്കെ, ഇത്രയും പേര് മതി. ഓക്കെ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. എവിടെയാ വേദന? കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട്. ഇപ്പോൾ ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ഉണ്ട്. ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈശോ ഈ വേദന സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇതാണ് വിശ്വാസം. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ ടീച്ചറിന്റെ വേദന ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തുക. ശക്തി ഒഴുകിക്കഴിഞ്ഞു, ശക്തി ഒഴുകുന്നു. ഇതാ ശക്തി ഒഴുകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. In the name of Jesus, be healed. In the name of Jesus, be healed. ഈ കാലിന്റെ വേദന മാറട്ടെ ഇപ്പോൾ. In the name of Jesus. Thank you, Jesus. Thank you. തിരിഞ്ഞേ, ഇങ്ങനെ തിരിഞ്ഞേ. Thank you, Jesus. കണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട് പറഞ്ഞു. എന്റെ കാലത്തേക്ക് സുഖപ്പെട്ടു, എന്റെ കാലിന് സുഖം കിട്ടുന്നു തോന്നുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ എത്ര പേരുടെ വിശ്വാസം പെട്ടെന്ന് വർദ്ധിച്ചു എന്ന് തോന്നുന്നു? എത്ര പേരുടെ വിശ്വാസം വർദ്ധിച്ചു എന്ന് കരം ഉയർത്തിയേ? ഇത് കണ്ടു. ഇതാണ് ഈ സൗഖ്യത്തിന്റെ ആവശ്യം. യെസ്, വരൂ. എന്താ വേദന? കുതികാലിന് വേദന. മരുന്ന് വാങ്ങിക്കണ്ടോ? ഞാൻ ധ്യാനത്തിന് പോകാൻ. കാലിന് വേദന, കുതികാലിന് വേദന. കുതികാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപ്പൂറ്റിയിൽ ഇപ്പൊ വേദനയുണ്ട് ഇല്ലേ? യു ക്യാൻ ഫീൽ ഇറ്റ് ഇല്ലേ? നൗ ജസ്റ്റ് ഫീൽ ദാറ്റ്. ഓക്കെ, നൗ ഇറ്റ്സ് ഗോയിങ് ടു ഡിസപ്പിയർ നൗ. ഡു യു ബിലീവ്? ഇത് ഇപ്പൊ മാറുമെന്ന് വിശ്വസിക്കുന്നുവോ? ഈശോ ഇപ്പൊ ഈ വേദന എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രാർത്ഥിക്കുക. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ, in the name of Jesus, എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ ഈ അത്ഭുത ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ ഈ ശക്തി നമ്മളെല്ലാവരിലും ഒഴുകട്ടെ, എല്ലാവരിലും ഒഴുകട്ടെ.
എല്ലാവരിലും ഒഴുകട്ടെ. ഇപ്പോൾ ഈ മകളെ പൂർണ്ണ സൗഖ്യമാകട്ടെ. In the name of Jesus. Be healed in the name of Jesus. All blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus. Thank you, Jesus. നോക്കിയൊന്ന് വേദനയില്ല ഇപ്പൊ. നോക്കിയേ, കണ്ടോ? Thank you, thank ആ മുഖത്ത് നോക്കിയാൽ അറിയാമോ ഇല്ലയോ? you, Jesus. മുഖത്ത് നോക്കിയാൽ അറിയാമോ ഇല്ലയോ? പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എവിടെ വേദന? സന്ധികൾക്കും വേദനയാണ്. കൈകളുടെ ചുറ്റും ഈ കൈകളിൽ മാത്രമാണോ? മുട്ടിനൊക്കെ മുട്ടിനെല്ലാം സന്ധികൾക്ക്. ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയരട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണിത്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരിലേക്ക് അത്ഭുത ശക്തി ഒഴുകട്ടെ. റബ്ബ ഓരോ രക്തധമനികളും മാംസപേശികളും സൗഖ്യമാകട്ടെ. In the name of Jesus. All joints be healed. യേശുവിന്റെ നാമത്തിൽ ഈ രക്തധമനികൾ മാംസപേശികൾ എല്ലാ ജോയിന്റ്സുകളും സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യമാകട്ടെ. കൈകളുടെ കാലുകളുടെ എല്ലാ ജോയിന്റുകളിലുമുള്ള വേദന ഈശോയെ അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. അങ്ങ് കുരിശിന്റെ വഴിയിൽ അനുഭവിച്ച വേദനകളോട് ചേർത്തുകൊണ്ട് അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. Praise the Lord. നോക്കുന്നില്ല, Yeah. കൈ മടക്കുന്നില്ല. Praise the Lord. Completely healed. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അടുത്ത ആൾ വരൂ. രണ്ട് കാലിന്റെയും പാദത്തിനും രണ്ട് കാലിന്റെയും പാദത്തിനും കണ്ണയ്ക്കും വേദന ഇപ്പൊ ഉണ്ട്. യു ക്യാൻ ഫീൽ ഇറ്റ് നൗ. ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ ഇത് മാറുമോ? മാറും. കർത്താവ് ഇപ്പൊ എടുത്ത് മാറ്റുമോ? മാറ്റും. ഇത് സൗഖ്യപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ശക്തി നമ്മളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അത് ഈ വേദന മാറുന്നതിലൂടെ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നു, ഇല്ലേ? വേദന ഇല്ലാത്ത സമയത്തും ഈ ശക്തി ഒഴുകുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഇത് മാറാൻ പോവുകയാണ്. ഈശോ മാറ്റാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തുക. ഇത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ വിശ്വാസത്തെ കാണുന്നു. ഈശോ പറഞ്ഞു, ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. In the name of Jesus. ഇതാ തൽക്ഷണം അവർ സുഖപ്പെട്ടു. യേശു തൽക്ഷണം സുഖപ്പെടുത്തുന്ന ആ കരുണാസമ്പന്നനായ ഈശോ. ഓ ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മച്ചിയുടെ ഈ ടീച്ചറിന്റെ കാലിലെ, കൈയിലെ, പാദത്തിലെ വേദന ഇപ്പോൾ അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. അങ്ങയുടെ ഉയർപ്പിൽ ഇപ്പോൾ പങ്കാളിയാക്കിക്കൊണ്ട് ശക്തി എല്ലാവരിലേക്കും ഒഴുക്കണമേ. ഈ ശക്തി എല്ലാവരിലേക്കും ഒഴുക്കണമേ. Thank you, Jesus. Thank you, Lord. നോക്കിയൊന്ന് ചാടി ഒന്ന്. Praise the Lord. ഒന്ന് ശരിക്കൊരു കൈയടി കൊടുത്തേ. Hallelujah. Okay, അടുത്ത ആൾ പോയോ? എവിടെ വേദന? രണ്ട് ഷോൾഡറിനും ഭയങ്കര വേദന. എന്താണ് പറയുന്നത്?
6-ാം വരി, അതായത് എല്ലിന് ഷോൾഡറും. ഇപ്പൊ വേദനയുണ്ട്, ഇപ്പൊ ഉണ്ട് വേദന. യു ക്യാൻ ഫീൽ ഇറ്റ്. ഓക്കെ, നൗ do you believe it will disappear now in the name of Jesus? യേശു ഇപ്പൊ എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തുക. ഇതാ അത്ഭുത യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി എല്ലാവരിലും ഒഴുകട്ടെ. ഈ കോളേജിൽ മുഴുവൻ ഒഴുകട്ടെ, ലോകം മുഴുവനിലും ഒഴുകട്ടെ. In the name of Jesus, രക്തധമനികൾ, മാംസപേശികൾ, അസ്ഥിയുടെ വേദന, ഷോൾഡർ പെയിൻ disappear now. ഇതാ ശക്തി ഒഴുകുന്നു, ശക്തി ഒഴുകുന്നു, ശക്തി ഒഴുകുന്നു, എല്ലാവരിലേക്കും ഒഴുകുന്നു, എല്ലാവരിലേക്കും ഒഴുകുന്നു, എല്ലാവരിലേക്കും ഒഴുകുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Praise the Lord. ഒന്ന് കൈ പൊക്കി നോക്കിയേ. ഒത്തിരി ഇവിടെ ടൈറ്റായിട്ടാണ്, ഇവിടെ മുഴുവൻ ടൈറ്റായിട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല അയഞ്ഞ് വലിയൊരു ഫ്രീ ആയി, ഭയങ്കര ഫ്രീ ആയി. വേദന പൂർണ്ണമായിട്ട് മാറിയോ? കുറച്ച് ബാക്കിയുണ്ടോ? കുറച്ച് ബാക്കിയുണ്ട്. ഓക്കെ, മാറ്റും. ഇപ്പൊ പ്രാർത്ഥിക്കണ നേരത്തെ എന്താ സംഭവിച്ചത്? ശരീരത്തില് എന്തോ ഒരു വൈദ്യുതി പോലെ അടിക്കുന്ന പോലെ പുറകോട്ട് മറിഞ്ഞു, ഒരു ഇലക്ട്രിക് പവർ വരുന്ന മാതിരി, ശക്തി വരുന്ന മാതിരി, എനർജി വരുന്ന മാതിരി. ദൈവശക്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വരുവോ? വരുവോ? അതാണ്. Praise the Lord. Yes, thank you. Next please come. നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി അടുത്തുള്ളവർക്ക് നാളെ പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സ് 2 പേര് വരാം, ബാക്കിയുള്ളവർക്ക് നാളെ പ്രാർത്ഥിക്കാം. എന്താ മോളെ? നടുവിന് വേദനയുണ്ട് അല്ലേ? സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ആയോ? മോളെ നടുവിന് വേദനയുണ്ട് ഇല്ലേ? ഇപ്പൊ വേദനയുണ്ട് ഇല്ലേ? ആ നടുവിന് വേദന ഉള്ള സ്ഥലത്തൊന്ന് കൈവച്ച സിസ്റ്റർ. എവിടെയാണത്? കൈവച്ചു. ഓക്കെ, ഓക്കെ. വേദന ഉണ്ടോ? ഇപ്പോ നല്ല വേദനയുണ്ട്, ഇപ്പൊ അത് മനസ്സിലാവുന്നുണ്ട്. യു ക്യാൻ ഫീൽ ഇറ്റ്. ഡു യു ബിലീവ് ജീസസ് വിൽ നൗ ഹീൽ യു? വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? കരമുയർത്തുക. കണ്ടോ, ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ മകളുടെ വേദന അവൾ അനുഭവിക്കുകയാണ്. എന്നാൽ ഈ വേദന ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്, തൽക്ഷണം സൗഖ്യപ്പെടുത്തുകയാണ്. തൽക്ഷണം ഇപ്പോ in the name of Jesus, in the name of Jesus, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. ഈ മകളുടെ ബാക്കിലുള്ള എളിയിലുള്ള വേദന ഇപ്പോൾ എടുത്തു മാറ്റുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. ഈ ശക്തി ഇപ്പോൾ എല്ലാവരിലേക്കും ഒഴുകട്ടെ, ഇവിടെ എല്ലാവരിലേക്കും ഒഴുകട്ടെ. I believe. We believe. I believe. Lord. I believe. Thank you, Jesus. ശക്തി ഒഴുകുന്നു, ശക്തി ഒഴുകുന്നു. Thank you. Praise the Lord. എന്താ നോക്കണേ? ഒന്ന് പതുക്കെ ഇങ്ങനെ എളി. ഇങ്ങനെ തിരിഞ്ഞ്, ഇങ്ങനെ തിരിഞ്ഞ്. എന്ത് സംഭവിച്ചു? അങ്ങോട്ട് തിരിഞ്ഞ്. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, നാളെ പറ്റുന്നവർ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്, അതിനൊക്കെ എനിക്ക് സാധിക്കും. താങ്ക് യു ഗോഡ്, താങ്ക് യു സോ മച്ച്.
കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മുട്ടിന് രണ്ടിനും വേദന, പിന്നെ പാദത്തിന് മുട്ടിൻ്റെ സിസ്റ്ററുമായോ? സിസ്റ്റർ വന്നൊന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആയോ? രണ്ടുപേർക്കും ഒപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സിസ്റ്ററിന് എവിടെ വേദന? എനിക്ക് ശരീരം മുഴുവൻ വേദനയുണ്ട്, ഈ കൈ പോകാം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, മണവാട്ടിമാളാണ് ഈശോയുടെ. അപ്പോൾ ഈശോയുടെ വേദനയിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. മനസ്സിലായി? ആ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഈശോയെ എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്തോത്രം. In the name of Jesus. In the name of Jesus. All blood vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ ഈ മകളുടെ എല്ലാ രോഗങ്ങളും വേദനകളും കാലിന്റെയും വേദന എല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ. In the name of Jesus.